ഈ ഒരു വാർത്ത ശരിക്കും എന്നെ ഞെട്ടിച്ചു. കാരണം ഞാൻ ഒറ്റയ്ക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളാണ്. വാട്ട് ഇഫ് ദാറ്റ് വാസ് യുവർ ബ്രദർ, യുവർ ഫ്രണ്ട്, ഓർ ഈവൻ യു? As an MBBS student, I am someone who travels by train almost every time. Honestly, this incident shook me. ഞാനും എല്ലാ ടൈമിലും ഒറ്റയ്ക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഈ വാർത്ത ഞാൻ കണ്ടില്ല എന്ന് നടിക്കാനേ പാടില്ല. നമ്മളൊക്കെ സുരക്ഷിതമായിട്ട് വീട്ടിലെത്തുമെന്ന് വിചാരിച്ചിട്ടാണ് ട്രെയിനിൽ കയറുന്നത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനായിട്ട് 22-കാരനായ മായങ്ക് ലോഹർ എന്ന് പറയുന്ന ചെക്കൻ, 22 വയസ്സ് മാത്രം പ്രായം, അവൻ മുംബൈയിൽ ഒരു ലോക്കൽ ട്രെയിൻ കയറി. ആ ടൈമിൽ കനത്ത മഴയായിരുന്നു. അപ്പൊ വാതിൽ അടക്കണേനും തുറക്കണേനും പറ്റിയിട്ട് മായങ്ക് ലോഹറും വേറൊരാളും തമ്മിൽ തർക്കമുണ്ടായി. ഈ തർക്കം വഷളായതോടുകൂടി റോഷൻ സുവർണ മായങ്ക് ലോഹറിനെ കത്തി വെച്ച് കുത്തി. വയറ്റിന് കുത്തിനാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത്. ഗുരുതരമായിട്ട് പരിക്കേറ്റ മായങ്ക് ലോഹർ അപ്പോഴേ മരിച്ചു. പ്രതി ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഓടി, പക്ഷെ പോലീസ് അവനെ പിടിച്ചു. പക്ഷെ ഈ ഒരു ഇൻസിഡന്റ് എന്തുകൊണ്ടാണ് ഇന്നെ എത്രത്തോളം ബാധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനും എല്ലായ്പ്പോഴും വീട്ടിലേക്ക് പോകാനും വരാനും വേണ്ടിയിട്ട് ട്രെയിനിലാണ് യാത്ര ചെയ്യാറ്. ഇതുപോലെ ഒരു ചെറിയ കാര്യത്തിന് തർക്കം ആയാണ്ട് ഒരാളെ കുത്തിക്കൊല്ലുക എന്ന് പറയുമ്പോൾ എന്ത് വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഒരാളോട് ട്രെയിനിൽ വാതിലടക്ക് ജനലടക്ക് എന്നൊക്കെ പറയാൻ പറ്റുക? ഈ ഒരു കാലത്ത് ആഴത്തേലും ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പോയിട്ട് കുത്തിക്കൊല്ലാൻ നിൽക്കുക. മായങ്ക് ലോഹറിന്റെ കുടുംബത്തിന് നീതി കിട്ടട്ടെ. പക്ഷെ അതിലും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇനി ഒരു കുടുംബത്തിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലാണ്ടിരിക്കട്ടെ. നാളെ ഒരു പക്ഷെ ട്രെയിനിൽ നമ്മളായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലെറ്റ്സ് ഹോപ്പ് നോ ഫാമിലി ഹാസ് ടു ഗോ ത്രൂ ദിസ് അഗെയിൻ.